ഇന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇന്നത്തെ സമൂഹത്തിന് വെല്ലുവിളിയായി മാറിയിരിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് വിദ്യാർത്ഥികൾക്കിടയിലെ വർദ്ധിച്ചു വരുന്ന ലഹരിയുടെ ഉപയോഗം. മക്കളെ, നിങ്ങളുടെ നിയന്ത്രണം നിങ്ങളുടെ ഉള്ളിൽ അകപ്പെട്ട ലഹരിയുടെ കൈകളിലാണ്. നമ്മുടെ മക്കളുടെ ശിരകളിലൂടെ ലഹരി പടരുകയാണ്. മക്കളെ കുറിച്ചുള്ള വിശ്വാസങ്ങൾ നമുക്കിപ്പോൾ കണ്ണീരായി മാറുകയാണ് ചെയ്യുന്നത്. നമ്മുടെ മക്കളിപ്പോൾ M3-യിലാണ്. എന്താണ് M3 എന്ന് നിങ്ങൾക്കറിയോ? മോട്ടോർ ബൈക്ക്, മൊബൈൽ ഫോൺ, MDM, ലക്കും ലഗാനുമില്ലാതെ മോട്ടോർ ബൈക്കുകൾ ചീറിപ്പായുകയാണ്. വില കൂടിയ സ്മാർട്ട് ഫോണുകളിൽ റീൽസും ഇൻസ്റ്റയും വാട്സപ്പും FBയും യൂട്യൂബും മിന്നിമറിയുകയാണ്. നമ്മുടെ മക്കളെ ഇപ്പോൾ നിയന്ത്രിക്കുന്നത് അവരുടെ ശരീരത്തിലകപ്പെട്ട ലഹരിയാണ്. അച്ഛനെയും അമ്മയെയും സഹോദരനെയും സഹോദരിയെയും അധ്യാപകരെയും തിരിച്ചറിയാൻ അവർക്ക് കഴിയാതെയായി. ഇന്നത്തെ പ്രധാന വാർത്തകളിൽ നമ്മുടെ മക്കളും ഇടം നേടിയിരിക്കുന്നു. മയക്കുമരുന്നിന് അടിമയായ മകൻ അമ്മയെ വെട്ടിക്കൊന്നത് നമ്മുടെ നാടായ താമരശ്ശേരി. ലഹരിക്ക് അടിമയായ മകന്റെ അടിയേറ്റ് അച്ഛൻ മരിച്ചത് നമ്മുടെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത്. തീർത്തു കളയുമെന്ന് അധ്യാപകന്റെ മുഖത്ത് നോക്കി ഭീഷണിപ്പെടുത്തിയത് ഇവിടെ പാലക്കാട്. പഠനം, കരിയർ എന്നീ ലക്ഷ്യങ്ങളോടെ മുന്നോട്ടു പോകേണ്ട നമ്മുടെ വിദ്യാർത്ഥികൾ മയക്കുമരുന്നിന് അടിമപ്പെടുന്നത് വളരെ ആശങ്കാജനകമാണ്. നമ്മുടെ മക്കളെ ലഹരിയിലേക്ക് തള്ളപ്പെടുന്നതിന് പല കാരണങ്ങളുമുണ്ട്. കുടുംബ പ്രശ്നങ്ങൾ, സുഹൃത്തുക്കളുടെ സ്വാധീനം, പരീക്ഷകളിലെ മത്സരം എന്നിവ നമ്മുടെ വിദ്യാർത്ഥികളെ മാനസിക സമ്മർദ്ദത്തിലേക്ക് നയിക്കുകയും അത് ക്രമേണ അവരെ ലഹരിയുടെ അടിമത്തത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്നു. പുതിയ അനുഭവങ്ങൾ തേടുന്നതിൻ്റെ ഭാഗമായി ചിലർ മയക്കുമരുന്ന് ഉപയോഗിക്കാൻ തുടങ്ങുന്നു. ഇന്ന് വിദ്യാർത്ഥികൾക്കിടയിൽ ഏറ്റവും പ്രചാരത്തിലുള്ള ഒരു ലഹരിയാണ് MDMA. ക്രിസ്റ്റൽ രൂപത്തിലാണത്. മെത്തലിൻ ഡയോക്സിൻ മെത്താഫെറ്റാമിൻ എന്നതാണ് ഇതിൻ്റെ പൂർണ്ണരൂപം. ടെൻഷൻ, ഡിപ്രഷൻ തുടങ്ങിയവയിൽ നിന്ന് മോചനം നേടാനായി ചിലർ മയക്കുമരുന്നിന് അടിമയാകുന്നു. ലഹരിയുടെ ഉപയോഗം നമ്മുടെ കുട്ടികളിൽ പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു. കരൾ രോഗങ്ങൾ, ഹൃദ്രോഗം എന്നിവയ്ക്ക് കാരണമാകുന്നതോടൊപ്പം തലച്ചോറിന്റെ വികാസത്തെ തടസ്സപ്പെടുത്തുകയും ഓർമ്മശക്തി നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നതിന് കാരണമാകുന്നു. കുടുംബ ബന്ധങ്ങൾ തകർക്കുന്നു. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കുന്നു. കുറ്റകൃത്യങ്ങൾക്കും സമൂഹത്തിന്റെ സമാധാനാന്തരീക്ഷം തകർക്കുന്നതിനും ഇത് കാരണമാകുന്നു. കുടുംബം, വിദ്യാലയം, ഗവൺമെന്റ്, സന്നദ്ധ സംഘടനകൾ എന്നിവകളുടെ കൂട്ടായ പ്രവർത്തനത്തിലൂടെ മാത്രമേ നമ്മുടെ കുട്ടികളെ ലഹരിയുടെ ഈ നീരാളിപ്പിടുത്തത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ പറ്റുകയുള്ളൂ. നന്ദി, നമസ്കാരം.